ഇപ്പോൾ ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇന്നലെ DC രവിയുടെ മൊഴി പുസ്തക വിവാദത്തിൽ എടുത്തിട്ടുണ്ട്. അതിൽ കരാറില്ല എന്ന് പറയുമ്പോഴും പുസ്തകം താങ്കൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന മൊഴിയാണ് പുറത്തു വരുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഞാൻ ഒരു കരാറും ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല, ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടുമില്ല. നമ്മളിതിൽ കാണേണ്ടത് സാധാരണ പ്രസാധകന്മാർ പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്, നിയമപരമായ നടപടിയുണ്ട്. ഇതിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ DC ബുക്സിൻ്റെ ഫേസ് പേജിൽ വന്നില്ലേ, ഫേസ്ബുക്കിൽ എങ്ങനെയാണ് വന്നത്? ഞാൻ അറിയാതെ. അപ്പോൾ ഇത് ഒരു ബോധപൂർവമായിട്ടുള്ള നടപടിയല്ലേ എന്ന് മാത്രമല്ല, അവർ PDF മാറ്റിലല്ലേ വാട്സാപ്പിൽ കൊടുത്തത്. സാധാരണഗതിയിൽ ഒരു പ്രസാധകർ ചെയ്യാൻ പാടില്ലാത്തതാണത്. കാരണം അതിൻ്റെ പ്രചരണം വാട്സപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോപ്പികളുടെ വിൽപ്പന കുറഞ്ഞു വരില്ലേ. ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ, പ്രസാധക പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇത്തരമൊരു നടപടി സ്വീകരിക്കുമോ? അപ്പോൾ തികച്ചും ആസൂത്രിതമാണത്. അതിൽ പ്രധാനമായൊരു കാര്യം, ഇത് തെരഞ്ഞെടുപ്പ് ദിവസമാണ്. പിന്നെ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു 3 മണ്ഡലങ്ങളിൽ. ആ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് രാവിലെ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. ഇതാദ്യം വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഇത്തരമൊരു വാർത്ത ലളിതമായി വരുമോ? ഈ വാർത്ത വന്നതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു. നിങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ വാർത്ത കൊടുത്തത്. കാരണം നിങ്ങൾക്ക് നിയമപരമായൊരു പ്രൊട്ടക്ഷൻ അവർ കൊടുത്തു, ഞങ്ങൾ കൊടുത്തു എന്ന് പറയാം. ടൈംസ് ഓഫ് ഇന്ത്യ എന്ത് അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത്? ഒരു വസ്തുതയുമില്ലാത്തൊരു വാർത്ത ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചു. ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ അതിൽ 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ഇതാദ്യത്തെ സംഭവമാണോ കേരളത്തിൽ? നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ലോകസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 24-ാം തീയതി. അന്ന് രാവിലെ എന്താ ചെയ്തത്? അന്ന് രാവിലെ ചെയ്തത് ജാവേദ് ഖറെ ഇ.പി. ജയരാജൻ കണ്ടു, ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നില്ലേ? ഏതാണ്ട് ആ ദിവസങ്ങൾക്കും 2023 ആദ്യത്തിലാണ് ജാവേദ് ഖർ പോകുന്ന വഴി എന്നെ പരിചയപ്പെടാൻ ഞാനുള്ള സ്ഥലത്ത് വന്നത്. ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇവിടുത്തെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരനായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കണ്ടിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ VD സതീശനെ കണ്ടിട്ടുണ്ട്, പിന്നെ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടുണ്ട്. നിങ്ങളുമായി പരിചയപ്പെടാൻ വന്നതാണ്, നല്ലത്, സന്തോഷം എന്ന് പറഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ പിരിച്ചു. എന്താ വാർത്ത കൊടുത്തത്? അതിൻ്റെ തലേന്ന് വന്നുമായി നിങ്ങളെല്ലാം വലിയ തോതിൽ വാർത്ത കൊടുത്തില്ലേ? ജാവേദ് ഖറുമായി കൂടിക്കാഴ്ച നടത്തി, ഐക്യമുണ്ടാക്കി. ഈ വാർത്ത സ്ഥിരീകരിക്കുകയാണ് രാവിലെ വന്നിട്ട്. എനിക്ക് കളവ് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കണ്ടത് സത്യമാണ്. ഇത്ര 1.5 വർഷം മുമ്പ് ആ കണ്ട കാര്യത്തെ അന്ന് കണ്ടതുപോലെ വാർത്തയുണ്ടാക്കി ബോധപൂർവ്വം ഒരു വാർത്ത സൃഷ്ടിക്കുകയല്ലേ. എന്താ അതിൻ്റെ ലക്ഷ്യം? ആ തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായി ഫലമുണ്ടാക്കി അതുവഴി എന്നെ പാർട്ടിക്കകത്തും പുറത്തും പൊതുസമൂഹത്തിലും ആക്രമിക്കുക. ഇത് ആസൂത്രിതമായൊരു പദ്ധതിയല്ലേ? അതിൻ്റെ ആവർത്തനയല്ലേ ഇപ്പോൾ വന്നിട്ടുള്ളത്? തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ എന്തെങ്കിലും വസ്തുതയുള്ളതാണോ? ഇല്ലാത്തൊരു കാര്യം, കൊടുക്കാത്തൊരു കാര്യം. എന്നോട് ഈ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് DC ബുക്സുകാർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് പൂർത്തിയായിട്ടില്ല, പൂർത്തിയായാൽ എന്ത് വേണമെന്ന് അപ്പോൾ ആലോചിച്ച് ചെയ്യാം. മാതൃഭൂമിക്കാർ എന്നോട് സമീപിച്ചിരുന്നു. മാതൃഭൂമിയിലെ ശശീന്ദ്രൻ ഞാനും ഒക്കെ വളരെ അടുത്ത് എത്രയോ കാലമായ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതേ മറുപടിയാണ്. അങ്ങനെയുള്ള ഒരു പുസ്തകം എന്തടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കഥകൾ എഴുതി ചേർത്ത് തെരഞ്ഞെടുപ്പ് ദിവസം പ്രക്ഷേപണം ചെയ്തത്? ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണത്.
അത് തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക, അതുവഴി പാർട്ടിയെ പരാജയപ്പെടുത്തുക, ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തുക, അതുവഴി പാർട്ടിക്കകത്തും പുറത്തും എന്നെ ഇടിച്ച് തകർക്കുക. ഇത് ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ്. ഇത് പാർട്ടി എനിക്ക് നേരെ നടക്കുന്ന ആക്രമണം പാർട്ടിയെ തകർക്കാനുള്ളതാണ്. എന്നോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധം തോന്നേണ്ട കാര്യമില്ല. ഞാൻ പാർട്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ ആക്രമിക്കാൻ പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കുക എത്ര കാലമായി തുടങ്ങിയിട്ട്? എനിക്ക് തന്നെ ഇവിടെ എത്രമാത്രം അനുഭവങ്ങളുണ്ട്, എന്തെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. എത്ര കാലമായി ഈ മാധ്യമ പ്രചാരണം എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഇടതുപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഞാൻ ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഞാൻ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്കടുത്ത പരിചയവും ബന്ധവുമുള്ള ഒരാളെ വിളിച്ച് ഇതെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് വാചകശുദ്ധി വരുത്തി തയ്യാറാക്കി വെക്കാൻ പറഞ്ഞു. എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതാകെ ഒന്ന് വായിച്ചു നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം വെച്ചുകൊണ്ട് അത് അവസാനമായി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും എനിക്ക് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ഭരണഘടന അനുസരിച്ച് പാർട്ടി മെമ്പർമാർ എന്തെങ്കിലും പുസ്തകങ്ങളോ മറ്റോ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അത് കവിതകളാകട്ടെ, അതുപോലെ തന്നെ ലേഖനങ്ങളാകട്ടെ, കഥകളാകട്ടെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ അത് അവരുടെ പാർട്ടിയുടെ ഘടകത്തിൻ്റെ അനുവാദം വാങ്ങണം. എനിക്കിത് തയ്യാറായി കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്ത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ എനിക്കിത് പ്രസിദ്ധീകരണക്കാർക്ക് കൊടുക്കാൻ പറ്റൂ. ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഇത് കഴിയട്ടെ, പൂർത്തിയാക്കട്ടെ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പൂർത്തിയായില്ലല്ലോ. അതല്ലേ ഈ വാർത്ത സൃഷ്ടിച്ചത്. ഞാൻ ഈ വാർത്ത വന്ന ഉടനെ തന്നെ ആദ്യം ഇതെല്ലാം എഡിറ്റ് ചെയ്ത് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ ആളെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനിത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി ഇത് DC ബുക്സിൻ്റെ ആളോട് ചോദിക്കണം. അയാൾ DC ബുക്സിൻ്റെ ആളെ വിളിച്ചു. അവരോട് പറഞ്ഞു, ഞങ്ങളിതൊന്നും അറിയില്ലെന്നാണ് DC ബുക്സിൻ്റെ ആളുകൾ ഈ എഴുതാൻ ഏൽപ്പിച്ച സുഹൃത്തിനോട് പറഞ്ഞത്. എന്നെ വിളിക്കാൻ പറഞ്ഞു അവരെന്നെ വിളിച്ചു. ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ആമുഖം എഴുതിയിട്ടില്ല, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യവും എഴുതിയിട്ടില്ല, അതിൻ്റെ കവർ പേജ് തയ്യാറാക്കിയിട്ടില്ല, എന്തെല്ലാം ഇനിയും ഉൾക്കൊള്ളിക്കണം എന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നൊരു തീരുമാനവും എടുത്തിട്ടില്ല. ഇങ്ങനെയുള്ളൊരു പുസ്തകം നിങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് ഇന്നതുണ്ടെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചത്? അതുപോലെ നിങ്ങളെ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിരിക്കുകയാണ് 13-ാം തീയതി 10:30 മണിക്ക് ഞാൻ എഴുതുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം. എന്തടിസ്ഥാനത്തിലാണ് DC ബുക്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നത്? ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്കതൊന്നും അറിയില്ല സാർ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇതിൻ്റെ DC ബുക്സിൻ്റെ റിവ്യൂ എവിടെയുണ്ട്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഇല്ല, വിദേശത്താണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിയന്തരമായി അദ്ദേഹത്തോട് എന്നെ വിളിക്കാൻ പറയണം. അരമണിക്കൂറിനുള്ളിൽ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ വിദേശത്താണ്, ഞാനൊന്നും അറിയില്ല, ഷാർജയിലാണ്, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം, അന്വേഷിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തികച്ചും ഇതൊരു ആസൂത്രിതമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയെ മുന്നിൽ നിർത്തി മറ്റ് പത്രങ്ങളിൽ വാർത്ത കൊടുപ്പിച്ച് മറ്റ് മാധ്യമങ്ങളുടെ ലീഗൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിച്ചിട്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു പദ്ധതിയാണ്. ഞാൻ ഇത് സംബന്ധിച്ച് എനിക്ക് ലഭ്യമാക്കാൻ കഴിയാവുന്നിടത്തോളമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ഗൂഢാലോചനയുടെ കോൺസ്പിറസിയുടെ കേന്ദ്രബിന്ദു, ഈ കോൺസ്പിറസി എവിടെ നിന്ന് വന്നു, എന്താണതിൻ്റെ കാര്യങ്ങൾ എൻ്റെ അറിവ് വെച്ചുകൊണ്ടും എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇതിന് നിയമപരമായ നടപടി സ്വീകരിക്കണം. അതുകൊണ്ടാണ് ആ ദിവസം അപ്പോൾ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ DGPയോട് പറഞ്ഞു. DGPക്ക് ഞാൻ പരാതി എഴുതി തയ്യാറാക്കി തിരുവനന്തപുരത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അഡ്വക്കേറ്റ് വിഷൻ മുഖാന്തരം ഒരു നിയമവശം ലീഗൽ നോട്ടീസ് DC ബുക്സിന് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം നിയമപരമായി പരിശോധിക്കണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ല. ഇത് ക്രിമിനൽ കുറ്റമാണ്, തെറ്റായിട്ടുള്ള നടപടികളാണ്. അതുകൊണ്ട് ഇത്തരമൊരു നടപടികൾ നമ്മുടെ മാധ്യമരംഗത്തൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ്. സാധാരണ പുസ്തക പ്രസാധകന്മാർ ഉയർന്ന നിലവാരം പുലർത്താറുണ്ട്.
ഇതെല്ലാം ഇവിടെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ശക്തമായിട്ടുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചനയിൽ ആരാണെന്നുള്ള സൂചന ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഒരു കാര്യവും പറയാൻ പറ്റില്ല. വസ്തുതാപരമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം. പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്.